ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് എങ്ങനെയാണ് നമ്മളൊരു വെക്റ്റർ ഡയഗ്രാം വരച്ചിട്ട് വെലോസിറ്റി ഡയഗ്രാം വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ ഈ ഒരു പ്രോബ്ലം അല്ലേ, അതായത് നമ്മുടെ ഇങ്ങനെ ഒരു 4 ബാർ മെക്കാനിസം നിങ്ങൾക്ക് അറിയാം. ഈ ഒരു 4 ബാർ മെക്കാനിസത്തിൽ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഈ പോയിൻറ്റ്സിൻ്റെ എല്ലാം വെലോസിറ്റി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതാണ് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഇന്നെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഇന്നെ 4 ബാർ മെക്കാനിസം ABCD. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ABCD എന്ന് പറയുന്ന നമ്മുടെ ഈ 4 ബാർ മെക്കാനിസത്തിൽ AD ഈസ് ഫിക്സഡ് ആൻഡ് 150 മില്ലിമീറ്റർ ലോങ്. അതായത് AD എന്ന് പറയുന്ന ഈ ലിങ്ക് എന്താണ്, ഫിക്സഡ് ആണ്, 150 മില്ലിമീറ്റർ ആണ് അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ ആണ്. നെക്സ്റ്റ് ദ ക്രാങ്ക് AB ഈസ് 40 മില്ലിമീറ്റർ ലോങ്. അപ്പോൾ ക്രാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രാങ്ക് AB 40 മില്ലിമീറ്റർ ആണ് എൻ്റെ ലെന്ത് തന്നിട്ടുണ്ട്. ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ് 120 RPM. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 120 RPM ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു ഞാൻ പറയുന്നു. അപ്പോൾ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ N ആണല്ലേ, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റ്, അതായത് RPM എന്ന് പറയുന്നത് N ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ N ഈസ് ഈക്വൽ ടു, അത് ക്രാങ്കിൻ്റെ പേര് AB എന്നായതുകൊണ്ട് ഞാൻ NAB എന്ന് എടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 120 RPM, ദറ്റ് ഈസ് 120 റൊട്ടേഷൻസ് പെർ മിനിറ്റ്. വൈൽ ദ ലിങ്ക് CD ഈസ് 80 mm. ഇപ്പോൾ CD 80 ആണ്. ആൻഡ് ഓസിലേറ്റ്സ് അബൌട്ട് ഡിയിൽ ഓസിലേറ്റ് ചെയ്യുന്നു, അതൊക്കെ നമുക്കറിയാം. BC ആൻഡ് AD ആർ ഓഫ് ഈക്വൽ, അതായത് BC AD ഈക്വൽ ആകുമ്പോൾ ഇത് 150 ആകുമ്പോൾ ഇത് 150. ഫൈൻഡ് ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ ലിങ്ക് CD. ഈ CD എന്ന് പറയുന്ന ലിങ്കിൻ്റെ ആംഗുലാർ വെലോസിറ്റി ആണ്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഒമേഗ CD വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് ഇന്ന് കണ്ടുപിടിക്കണം. ആൻഡ് ആംഗിൾ BAD ഈസ് ഈക്വൽ ടു 60. ഈ ഒരു ആംഗിൾ BAD എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞത് വി ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി. വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് ഒമേഗ CD കിട്ടും. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു ബോഡി ഉണ്ട്. ആ ബോഡി എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ ബോഡി എന്ന് നോക്കുക. ഇപ്പോൾ A എന്ന് പറയുന്നതാണ് നമ്മുടെ ബോഡി എന്ന് നോക്കുക. അപ്പോൾ ഇത് O എന്ന് പറയുന്ന സെൻറ്ററിന് വിത്ത് റെസ്പെക്ട് ടു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് A എന്ന് പറയുന്ന ബോഡി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് 6 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, അതിപ്പോൾ A എന്ന് പറയുന്ന പോയിന്റിൽ ഇതിനൊരു ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് ടാൻജൻഷ്യൽ വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു VAO. ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി കമ്പോണന്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, A will be having a linear velocity component which is VAO in എന്താണ് the direction perpendicular to അതായത് റേഡിയസ്, അതായത് OA എന്ന് പറയുന്ന റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ലീനിയർ വെലോസിറ്റി കമ്പോണന്റ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മളൊരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് VAO, അതായത് A എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു OA നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. അതിന് നമ്മളെന്ന് പറയുന്ന ഒമേഗ എന്ന് പറയുന്നത്. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ ലീനിയർ വെലോസിറ്റി V എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ബോഡി A എന്ന് പറയുന്ന ബോഡി ഇവിടെ എത്തത്തില്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ടേൺ ചെയ്ത ആംഗിൾ എന്ന് പറയുന്ന തീറ്റ ആണെങ്കിൽ ഒമേഗ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, തീറ്റേനെ അതിൻ്റെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒമേഗ എന്തിൽ കിട്ടും, ഒമേഗ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് പറയുന്ന റേഡിയനിലായതുകൊണ്ട് നമുക്ക് റേഡിയൻ പെർ ടൈം എന്ന് പറയുന്ന സെക്കൻഡിലായതുകൊണ്ട് റേഡിയൻ പെർ സെക്കൻഡിൽ നമുക്ക് അതിൻ്റെ ആംഗുലാർ വെലോസിറ്റി കിട്ടും. അപ്പോൾ അതേപോലെ ഈ CD റൊട്ടേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓസിലേറ്റ് ചെയ്യുന്ന CDയുടെ ഒമേഗ കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നുള്ളത് ഈ ലീനിയർ വെലോസിറ്റി കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് വെലോസിറ്റി VAO എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. VAO ഈസ് ഈക്വൽ ടു ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ 6 ഇൻറ്റു എന്താണ് ഈ ഒരു OA എന്ന് പറയുന്ന എങ്കിൽ A എന്ന് പറയുന്ന ബോഡിയിലെ എന്താണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് കുഞ്ഞ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ ലീനിയർ വെലോസിറ്റി കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി, ദാറ്റ് ഈസ് R ഒമേഗ. ഇതാണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇനി ഈ ഒരു സാധനത്തിൻ്റെ ഒമേഗ റേഡിയസ് വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന സാധനമാണ്, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം ആലോചിക്കുക, ഇഫ് എ ബോഡി ഈസ് ഹാവിങ് റോട്ടറി മോഷൻ വിത്ത് റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ സെൻറ്റർ, ദെൻ the angular velocity of that body is given as omega and the radius of that body can be taken as R. Then the linear velocity component of that body, that is V, will be equal to the radius into omega. That means ഒമേഗയും റേഡിയസും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കൂടി ആലോചിക്കണം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതും കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ എന്തിലേക്ക് പോകാനായിട്ട്,
ഈ ഒരു പ്രോബ്ലം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഏതൊരു പോയിന്റ് എടുത്താലും അതിനൊരു റോട്ടറി കമ്പോണൻ്റ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി പറയാൻ പറ്റുമെങ്കിൽ വി ക്യാൻ ഡിഫൈൻ ദ ലീനിയർ വെലോസിറ്റി v is equal to r omega എന്ന് പറഞ്ഞ സാധനത്തിൽ എടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന നമുക്കൊരു അബ്സലൂട്ട് വെലോസിറ്റി ഇവിടെ വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അല്ലെങ്കിൽ ഇത് ആദ്യമേ കേൾക്കുന്നവരാണെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് മാത്രമേ ഇതിലേക്ക് വരാവൂ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല, എല്ലാം പുതിയതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അബ്സലൂട്ട് വെലോസിറ്റിയും റിലേറ്റീവ് വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ അബ്സലൂട്ട് വെലോസിറ്റി വെച്ചിട്ടാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റീസ് കണ്ടുപിടിച്ചത്. നമ്മളത് ഏത് രീതിയിലാണ് കണ്ടുപിടിച്ചതെന്ന് കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അബ്സലൂട്ട് വെലോസിറ്റിയും ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ ഇങ്ങനെ ഏത് പ്രോബ്ലം തന്നാലും അതിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനായാലും അതിന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായാലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിൽ ലീനിയർ വെലോസിറ്റി കമ്പോണൻ്റ് ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അബ്സലൂട്ട് വെലോസിറ്റി കമ്പോണൻ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ആ അബ്സലൂട്ട് വെലോസിറ്റി കമ്പോണൻ്റ് ഇല്ല എങ്കിൽ ആ അബ്സലൂട്ട് വെലോസിറ്റി കമ്പോണൻ്റ് കണ്ടുപിടിക്കുന്നതിനായിരിക്കും നമുക്ക് എന്ത് തരുന്നത്, ഈ ഒരു അല്ലെങ്കിൽ ഒരു അബ്സലൂട്ട് വെലോസിറ്റി കമ്പോണൻ്റ് നമുക്ക് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു എല്ലാ പോയിന്റിലെ വെലോസിറ്റീസ് കണ്ടുപിടിക്കണമെങ്കിലും ഏതെങ്കിലും ഒരു അബ്സലൂട്ട് വെലോസിറ്റി കമ്പോണൻ്റ് എനിക്ക് വേണം. നോർമലി നമ്മൾ അബ്സലൂട്ട് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് നമ്മുടെ ക്രാങ്കിനാണ്. കാര്യം ക്രാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു കംപ്ലീറ്റ് റൊട്ടേഷൻ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിന് നമുക്കൊരു അബ്സലൂട്ട് വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. കാര്യം അതിനൊരു ഒമേഗ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാങ്ക്, അതിനൊരു ഒമേഗയുണ്ട്, ആ ഒമേഗ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ, ആ ഒമേഗ ഉണ്ടെങ്കിൽ അതിൻ്റെ അബ്സലൂട്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് VB എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ക്രാങ്ക് എടുക്കുകയാണെങ്കിൽ ക്രാങ്കിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്, AB ആണ്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ട സാധനം AB ആണ് നമ്മുടെ എന്തെന്ന് പറയാം, ക്രാങ്ക് എന്ന് പറയാം. AB ആണ് ക്രാങ്ക് എന്ന് പറയാം. ഞാനിവിടെ വെലോസിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, Bയിലാണ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫിഗർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് 4 ബാർ മെക്കാനിക്സിൽ നമുക്ക് ഫിഗർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അവിടെ ABCD ആണ്, AD ഫിക്സറാണ്, AB ക്രാങ്ക് ആണ്, BC എന്ന് പറയുന്ന കപ്ലറാണ്, CD എന്ന് പറയുന്ന ഫോളോവർ ആണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ലെന്തുകൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരച്ച് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ AB എന്ന് പറയുന്ന ഈ ഒരു ക്രാങ്കിൽ നമുക്കൊരു അബ്സലൂട്ട് വെലോസിറ്റി VB എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ, കാര്യം അബ്സലൂട്ട് വെലോസിറ്റി എന്ന് പറയാൻ കാര്യം A ഫിക്സഡ് പോയിന്റ് ആയതുകൊണ്ടാണ്. അതായത് VB എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി ആയതുകൊണ്ടാണ് ഞാനിവിടെ VB എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതല്ല വേണ്ടത്, VBA എന്ന് ഞാൻ എഴുതും. കാര്യം ഞാൻ എടുത്തേക്കുന്നത് AB എന്ന് പറയുന്ന ക്രാങ്കാണ്. അപ്പോൾ അവിടെ നമുക്ക് ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് VBA ആണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് VB എന്ന് എഴുതാം. കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു A എന്താണ്, ഫിക്സഡ് പോയിന്റ് ആണ്. ഇവിടെ A ഫിക്സഡ് ആയതുകൊണ്ട് VBA എന്ന് പറയുന്ന റിലേറ്റീവ് വെലോസിറ്റി, അതായത് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു VB ഓർ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് VB. നമുക്ക് VB ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, കാര്യം അത് അബ്സലൂട്ട് വെലോസിറ്റി ആയതുകൊണ്ട്. അതൊക്കെ പോട്ടെ, ഈ VBക്ക് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, R ഒമേഗ. R എന്ന് പറയുന്നത് ഇവിടുത്തെ റേറ്റ്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം R ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഒമേഗ. ഇനി എന്താണ് R എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് ആണ്. അപ്പോൾ AB എന്ന് പറയുന്ന ക്രാങ്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് AB എന്ന് പറയുന്ന ലിങ്ക് തന്നെയാണ്, വേർ AB ഈസ് ദ ലെങ്ത് ഓഫ് ദ റേഡിയസ്. ആൻഡ് വാട്ട് ഈസ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെ ഒമേഗ, ദാറ്റ് ഈസ് ക്രാങ്ക് എന്ന് പറയുന്നത് AB ആയതുകൊണ്ട് ഒമേഗ AB എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അടുത്ത പരിപാടി, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം അടുത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. എനിക്ക് വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. AB എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ റേഡിയസ് ആണ്, അത് 40 മില്ലിമീറ്റർ എന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.040 എന്നിട്ട് അല്ലേ, ഇത് ഇൻറ്റു 10⁻⁻3, അതായത് 40 മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ വേണ്ടി 10⁻⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമല്ല, കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്ന സാധനമാണ്. 0.040 ഇൻറ്റു ഒമേഗ AB എന്ന് പറയുന്ന സാധനം നമുക്കിവിടെ തന്നിട്ടില്ല. ഒമേഗ AB തന്നിട്ടുണ്ടോ? ഡയറക്റ്റ് ആംഗുലാർ വെലോസിറ്റി എപ്പോഴും നമുക്ക് എന്തിലാണ് കിടക്കുന്നത്, റേഡിയൻ, ഇറ്റ് വിൽ ബി ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. പക്ഷേ അതേസമയം ABയുടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, RPM എന്ന് തന്നിട്ടുണ്ട്, അതായത് 120 RPM തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ RPM ഉണ്ടെങ്കിൽ അതിൻ്റെ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒമേഗ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പൈ ഇൻറ്റു n/60 എന്ന് പഠിച്ചിട്ടില്ലേ, 2πn/60 എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒമേഗ AB ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ 2πn/AB എന്തെന്ന് പറയാൻ പറ്റും, 60 എന്ന് പറയാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു NAB എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 120 RPM ആണ്. ദാറ്റ് ഈസ് 120/60. ഇത് രണ്ടും വെട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, RPM ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും.
ഇവിടെ 2 കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 4π എന്ന് കിട്ടും അല്ലേ? 4π റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ ഇതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.040 ഇൻറ്റു 4 ഇൻറ്റു പൈ. പൈക്ക് വേണമെങ്കിൽ ഇൻറ്റു 3.14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? വി ഗോട്ട് ആൻ ആൻസർ. നമുക്കിവിടെ ഒരു ആൻസർ കിട്ടി. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നു VBA ഈസ് ഈക്വൽ ടു, ഞാൻ സപ്പോസ് 0.5 മീറ്റർ പെർ സെക്കൻഡാണ് എനിക്ക് കിട്ടിയെന്ന് പറയുന്നു. അതായത് എനിക്കത് കറക്റ്റ് ആൻസർ അല്ല. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടിയെന്ന് പറഞ്ഞു. കറക്റ്റ് ആൻസർ ഞാൻ ഇടാത്തതിന് കാര്യം, നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആൻസർ ആയിട്ട് തന്നെയാണ്. ചിലപ്പോൾ ഒരു 5 പോയിൻറ്റ് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ 3 പോയിൻറ്റ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ 4 പോയിൻറ്റ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ 3 മീറ്റേഴ്സ് കിട്ടുമായിരിക്കും. എന്തോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ഒരു പോയിൻറ്റ് സംതിങ് വാല്യൂ ആണ് ഇവിടെ വന്നത്. 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. 0.5 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഞാനിപ്പോൾ ഒരു കറക്റ്റ് വാല്യൂ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതങ്ങ് കാണാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കെയിലിംഗ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തിങ്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചുമ്മാ ഒരു ആർബിട്രറി വെറുതെ ഒരു വാല്യൂ എന്ന് പറഞ്ഞു. 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ക്രാങ്ക്. അത് ഈ ക്വസ്റ്റ്യനായാലും ഈ ക്വസ്റ്റ്യനിലായാലും ഇവിടെ ക്രാങ്ക് ഉണ്ട്, അതിലായാലും അടുത്ത ക്വസ്റ്റ്യൻ അത് ചെയ്യണം. ഇതിലും ക്രാങ്ക് ഉണ്ടാകുന്ന ഇവിടുത്തെ അബ്സല്യൂട്ട് വെലോസിറ്റി ആയിരിക്കും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇതിൽ നമ്മൾ നോക്കും ക്രാങ്ക് കണ്ടാടുന്നു, ഇവിടുത്തെ അബ്സല്യൂട്ട് വെലോസിറ്റി ആയിരിക്കും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇതിലാണ് ഇവിടെ ക്രാങ്ക് കിടക്കുന്നത്, ഇവിടുത്തെ അബ്സല്യൂട്ട് വെലോസിറ്റി ആയിരിക്കും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും വെലോസിറ്റി അനാലിസിസിൽ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് സെൻറ്റർ മെത്തേഡ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് പരിപാടി. ആദ്യം നമ്മൾ ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് ദ അബ്സല്യൂട്ട് വെലോസിറ്റി. അപ്പോൾ നമ്മൾ പഠിക്കും അബ്സല്യൂട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു R omega. What is R? They are the radius of the crank. What is omega? Omega is actually the radian per second or the angular velocity of the crank. If it is given directly, we can substitute here. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ദിസ് കേസ് ദ ആംഗുലർ വെലോസിറ്റി ഈസ് നോട്ട് ഗിവൺ. ഇൻസ്റ്റെഡ് ഓഫ് ആംഗുലർ വെലോസിറ്റി ദ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഓർ ദ സ്പീഡ് ഓഫ് ദി ക്രാങ്ക് ഈസ് ഗിവൺ. അപ്പം സ്പീഡ് ഓഫ് ദി ക്രാങ്ക് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബൈ നോയിങ് n we can find omega by using the equation 2π n/60 and we will get an answer 4π, and we can substitute this 4π in this equation, then we will get VBA which is equal to 0.5 meter per second. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻഡ് ദ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ക്രാങ്ക്. ക്രാങ്ക് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഇപ്പം അങ്ങനെ അങ്ങ് പഠിക്കാം. ക്രാങ്കിൻ്റെ ആണ് നിങ്ങൾ ഇത്തുകൂടെയൊക്കെ ഡെവലപ്പ് ആകുമ്പോഴത്തേക്ക് ക്രാങ്കിൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റി ഇല്ല, വേറെ ഏതെങ്കിലും സാധനത്തിൻ്റെ ഒരു വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെലോസിറ്റി എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത്തുകൂടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ആകുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ പറഞ്ഞു പോയാൽ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു വെലോസിറ്റി വെച്ചിട്ടാണ് നമ്മുടെ പരിപാടികളെല്ലാം. അതിനു മുന്നേ ഇത് എല്ലാം നമ്മൾ എപ്പോഴും ഡയറക്ഷൻ വെച്ചിട്ടാണല്ലോ വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പൊസിഷൻ വെച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ വെക്റ്റർ ഡയഗ്രാം ഒക്കെ വരച്ചു പോയത്. അതുകൊണ്ട് ഈ ഒരു ഫിഗർ റീപ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു വെലോസിറ്റി മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ഉള്ളൂ, നമ്മൾ ഗ്രാഫിക്കലി ആണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സാധനത്തിനെ സ്കെയിൽ ചെയ്ത് വി ഹാവ് ടു ഫൈൻഡ് the configuration diagram. We have to draw the configuration diagram. നമുക്ക് ഫസ്റ്റ് കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കണം. സാധാരണ നമുക്ക് ഈ ഒരു ഫിഗർ, നിങ്ങൾ ക്ലാസ്സിലായിരുന്നെങ്കിൽ ഈ ഒരു ഫിഗർ കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കാനും കൂടെ പഠിച്ചിട്ടേക്കാൻ പറ്റും. കാര്യം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടെങ്കിലും, ഫിഗർ തന്നില്ലെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കണം. ഫിഗർ ഉണ്ടെങ്കിലും അതെടുത്ത് നിങ്ങൾ എന്തിലേക്ക് മാറ്റി വരയ്ക്കണം? നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് മാറ്റി വരച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. കാര്യം ഈ വെക്റ്റർ ഡയഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡയറക്ഷൻ ആസ് വെൽ ആസ് ദ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് മാത്രം അറിഞ്ഞാൽ പോരാ, we have to get the proper direction. അതിലേക്ക് ആക്ച്വൽ ഡയറക്ഷൻ നമുക്ക് വേണം. For getting that actual direction or the direction of velocity, we must redraw, we must reproduce the configuration diagram or the space diagram. അപ്പോൾ ഇതിനെ നമുക്ക് കോൺഫിഗറേഷൻ ഡയഗ്രാം ഇതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത് ഫസ്റ്റ് ഇതായതുകൊണ്ട് ഞാനങ്ങ് പറയാം. ഇത് റഫായിട്ട് വരച്ച് ഇത് അങ്ങോട്ടൊക്കെ മാറ്റിയാൽ മതി. മാറ്റുമ്പോൾ 150 മില്ലിമീറ്ററൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 150 മില്ലിമീറ്ററൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നു, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് എഴുതുന്നു. കോൺഫിഗറേഷൻ ഡയഗ്രാം. അപ്പോൾ അതിൽ സ്കെയിൽ അല്ലെങ്കിൽ സ്പേസ് ഡയഗ്രാം എന്ത് വേണം പറയാം. സ്കെയിൽ പറയുന്നു 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ ഈക്വൾ ടു, എനിക്ക് ഞാൻ ഈ 150 മില്ലിമീറ്റർ എന്ന് പറയുന്ന 15 സെൻറ്റിമീറ്ററൊക്കെ വരും. ഈ 150 മില്ലിമീറ്ററിന് എനിക്ക് ഒരു 150 ഇത് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. മില്ലിമീറ്ററിനല്ലേ എനിക്ക് സ്കെയിൽ ചെയ്യാനുള്ളത്. 150ക്ക് പകരം ഒരു 75 ആയാലും 7.5 ആയാലും കുഴപ്പമില്ലല്ലേ.
7.5 ആവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വലിയ ഫിഗർ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയണം 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഒരു 20 മില്ലിമീറ്റർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇതിൽ ഇങ്ങനെ എഴുതാനൊന്നും പറ്റില്ല, എന്നാലും നിങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. 2 യൂണിറ്റ് നിങ്ങൾ എഴുതിയിരിക്കുക. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 20 മില്ലിമീറ്റർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെ പറയുന്നത് എളുപ്പമാണ്. കാര്യം ഇങ്ങനെ, അതായത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഇങ്ങനെ പറയുകയാണ് എക്സ് എന്തോ യൂണിറ്റ്. ഇവിടെ നമുക്ക് ഏത് യൂണിറ്റാണ് കൺവേർട്ട് ചെയ്യാനുള്ള മില്ലിമീറ്റർ ആയതുകൊണ്ട് മില്ലിമീറ്റർ കിട്ടും. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എക്സ് യൂണിറ്റ്സ് നിർത്താനുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതിനെല്ലാം എന്ത് ചെയ്താൽ മതി, ആ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 150 വരെ ഇവിടെ എത്ര വേണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ 20 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. 150 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എടുത്ത് കിട്ടും 7.5. അത്രയും സെൻറ്റിമീറ്ററാണ് ഞാൻ എടുക്കേണ്ടത്. 15/2 എത്ര? 7.5. അപ്പം 150 മില്ലിമീറ്ററിന് പകരം 7.5 എത്ര എടുക്കണം? സെൻറ്റിമീറ്റർ എടുക്കണം. ഓക്കെ, അതായത് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന അത്രയും സെൻറ്റിമീറ്ററാണ് ഞാൻ എടുക്കേണ്ടത്. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഇപ്പോൾ ഏത് സ്കെയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാം. ഇതിപ്പം യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഇപ്പോൾ ചിലപ്പോൾ മീറ്ററിലും വരും. ഇപ്പോൾ 150 മീറ്ററാണ്. അങ്ങനെയാണ് ഞാൻ പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു പകുതി ഒരു 20 മീറ്റർ ആയിട്ട് എടുക്കും. അപ്പോൾ 20 മീറ്റർ ആയിട്ട് എടുക്കുക. 20 ആണ് എക്സ്. അപ്പോൾ 150നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7.5 സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. അപ്പോൾ ഇത്ര മാത്രമാണ്. പല രീതിയിൽ സ്കെയിൽ ചെയ്യാം. നിങ്ങൾക്ക് സ്കെയിലിങ്ങിന് ഒരു പ്രോപ്പറായിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ലീനിയർ സ്കെയിലിംഗ് 1:2 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടൊന്നും പോകണ്ട. നമ്മൾ വെലോസിറ്റിയും സ്കെയിൽ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇതിലങ്ങ് പഠിച്ചാൽ മതി. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 20 മില്ലിമീറ്റർ എടുത്താൽ എല്ലാത്തിനെയും 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് എത്ര എടുക്കണമെന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് എന്താണ്? ADQ 150/20 എത്ര കിട്ടും? 7.5 ഞാനിവിടെ എടുത്തു. 7.5 എടുത്തിട്ട് അത് ഞാൻ വരയ്ക്കുമ്പോൾ നോക്കി. 7.5 എടുത്തു, വരച്ചു. ഇത് ലൈറ്റായിട്ടങ്ങ് വരയ്ക്കുന്നത് നല്ലത്. AD എന്ന് കൊടുത്തു. ഞാനിതെല്ലാം ഹാച്ച് ചെയ്തു. കാര്യം ഫിക്സഡ് ആണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഹാച്ച് ചെയ്തു. 7.5 ഓക്കെ ആയി. ഇനി നെക്സ്റ്റ് AB ആണോ? AB ഇത്ര 60 ഡിഗ്രിയിൽ നിൽക്കുമല്ലേ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്തു. 60 ഡിഗ്രി മാർക്ക് ചെയ്തു. 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ലൈനിങ് വരച്ചു. റൈറ്റായിട്ട് ലൈൻ വരച്ചു. ഇതിന് എനിക്ക് വേണ്ട 40/20 എത്ര കിട്ടും? 2. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാനൊരു 2 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് ഞാനവിടെ B മാർക്ക് ചെയ്തു. അപ്പം AB എന്ന് പറയുന്നത് കിട്ടി. ഇപ്പോൾ ദിസ് ഈസ് AB. നെക്സ്റ്റ് അടുത്ത വേണ്ട എന്താ? BC 150/20 എത്ര കിട്ടും? 7.5. അത്രയും സെൻറ്റിമീറ്ററാണ്. ഇത് 80/20 എത്ര കിട്ടും? 4 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഇതിന് പകരം 7.5 എടുക്കുക. ഇത് 4 ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം C മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോമ്പസിൽ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സാധനം എടുക്കും. ഇവിടെ നിന്ന് എടുത്ത് ആർക്ക് കട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനം 80ക്ക് പകരം നമുക്ക് എത്ര എടുക്കേണ്ടത്? 40 എടുത്താൽ മതി സ്കെയിൽ ചെയ്തുകൊണ്ട്. അപ്പോൾ 80ക്ക് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? 4 സെൻറ്റിമീറ്റർ എടുക്കുന്നു. ഐ ആം ടേക്കിംഗ് 4 സെൻറ്റിമീറ്റർ ഹിയർ ആൻഡ് ഡ്രോയിങ് ആൻ ആർക്ക്. പിന്നെ അടുത്ത് എന്താണ്? ബിയിൽ വെച്ചുകൊണ്ട് ഇതുവരെ ഉള്ളത് 7.5 എടുക്കണം. സ്കെയിൽ ചെയ്തുകൊണ്ടാണ്. സ്കെയിൽ ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെ അങ്ങ് എടുക്കുക. സ്കെയിൽ ചെയ്തില്ലെങ്കിൽ നിൽക്കത്തില്ല. 15 വലിയ വാല്യൂ ഒക്കെ ആയിപ്പോൾ. 7.5 നമ്മളെപ്പോഴും ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഞാനിത് പുതിയ ഹോംബസാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരണം. നമുക്ക് കറക്റ്റ് ഇത് കൊണ്ടുവരും കിട്ടും. ഭയങ്കര കട്ടിയടേ കോമ്പസ് ഇത്തിരി കട്ടി കൊണ്ടുവരും. ബിയിൽ വെച്ചിട്ട് നമ്മളിത് വരച്ചു. അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ C എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് BC കിട്ടി. ദിസ് ഈസ് BC ആൻഡ് ദിസ് ഈസ് CD. ഇനി അടുത്ത് എന്തുവാ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ മാർക്ക് ചെയ്യേണ്ട. 150 അതൊന്നും ഇവിടെ ചുമ്മാ മാർക്ക് ചെയ്ത് സമയം കളയണ്ട. ഇനി നമ്മൾ ബിയിൽ വെച്ച് എന്ത് വരയ്ക്കുന്നു? വെലോസിറ്റി ഡയറക്ഷൻ എനിക്കറിയാം. കാര്യം ഇത് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ, താഴോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ വെലോസിറ്റി ഇങ്ങോട്ട് ചെയ്യുന്നത് താഴോട്ട് ചെയ്യുന്നിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോളണം. ഈ AB എന്ന് പറയുന്ന സാധനം എഴുതി. ഫസ്റ്റ് ലിങ്ക് AB ആണ് ഞാൻ എടുത്തത്, ക്രാങ്ക്. അപ്പോൾ അതിൽ B എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഈ AB എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ താഴെ എന്തൊക്കെ ചെയ്യുന്നോ അത് തന്നെയായിരിക്കും BC എഴുതിയിട്ട് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയായിരിക്കും CD എഴുതിയിട്ട് ചെയ്യാൻ പോകുന്നത്. അത് മൂന്നും ചെയ്യുമ്പോൾ ആൻസർ ആവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. നമ്മൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ അവിടെ നിന്നുള്ള ഈ വെലോസിറ്റിയും കൂടെ ഇപ്പുറത്തോട്ടെടുത്ത് എഴുതാൻ നമുക്ക് VBA എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്. VBA is equal to 0.5 m/s തന്നിട്ടില്ല, നമ്മളത് കണ്ടുപിടിച്ചെടുത്താണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോകണ്ട, ഇവിടെ ഉള്ള കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ AB എന്ന് പറഞ്ഞ ലിങ്ക് എഴുതി, ക്രാങ്ക് എഴുതി.
എ ബി എന്ന് പറഞ്ഞ ക്രാങ്ക് എഴുതിയിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിഷ്ടമുള്ള സ്ഥലത്ത് ഞാനിപ്പം ക്രാങ്ക് ആയതുകൊണ്ട് ഫിക്സഡ് പോയിന്റ് വെച്ച് പെർപെൻഡിക്കുലർ വരച്ച് കളയും. നമുക്ക് എപ്പോഴും അറിയാമല്ലോ വെലോസിറ്റി എന്ന് പറയുന്ന ലിങ്കിന് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ലീനിയർ വെലോസിറ്റി കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ലിങ്കിന് അല്ലെങ്കിൽ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്. ഇവിടുത്തെ റേഡിയസ് എ ബി ആണ്. ഓക്കെ, അപ്പം ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പെർപെൻഡിക്കുലർ, ഇത് പെർപെൻഡിക്കുലർ ആണേ, ഇവിടെ 90 ഡിഗ്രിയാണ്, താഴേക്ക് വരച്ചു. ജസ്റ്റ് ഒരു ഡയറക്ഷൻ ഞാൻ എന്ത് ചെയ്തു, ഡയറക്ഷൻ താഴേക്ക് കാണിച്ചു. കാര്യം ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ലീനിയർ വെലോസിറ്റി, അതായത് ഒമേഗ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നിരിക്കാം എന്ന അസംഷനിലാണ് ലീനിയർ വെലോസിറ്റി ഇങ്ങോട്ട് എടുത്തത്. അപ്പോൾ വെലോസിറ്റി വി അറ്റ് പോയിന്റ് ബി ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തത്, ബി എഴുതിയത്. പിന്നെ രണ്ടാമത് ഏത് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു എ ബി എന്ന് പറഞ്ഞ ലിങ്ക് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഞാനിവിടെ മാർക്ക് ചെയ്തു. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ വെലോസിറ്റി ഡയഗ്രം പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എന്ത് മാർക്ക് ചെയ്യണം, ഒരു ഫിക്സഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ വെലോസിറ്റി ഡയഗ്രത്തിൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഫിക്സഡ് പോയിന്റ് ആണ്. അപ്പോൾ ഫിക്സഡ് പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഇത് കൂടെ താഴോട്ട് മാർക്ക് ചെയ്യും. ചിലപ്പം തികഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു ഐഡിയ വരുന്നത് ഇവിടെ ഓക്കെയല്ലേ, ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിക്സഡ് പോയിന്റ്. ഫിക്സഡ് പോയിന്റ്സ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഫിക്സഡ്, എയും ഡിയും ഫിക്സഡ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു പോയിന്റിന് പേര് കൊടുത്തു എ, ഡി. കാര്യം ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഫിക്സഡ് പോയിന്റ് മാർക്ക് ചെയ്തു. ഫസ്റ്റ് കണ്ടീഷൻ ഇന്നലെ ചെയ്ത അതേ സാധനം തന്നെയാണ്, ഫിക്സഡ് പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഞാൻ പറയുന്നത് എ ബി ബിയുടെ വെലോസിറ്റി വെക്ടർ എന്തായിരിക്കും, വി ബി എ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. വി ബി എ ആണെങ്കിൽ വെക്ടർ തിരിച്ചെഴുതും അല്ലേ, എ ടു ബി, അതായത് എ സ്മാൾ ലെറ്റർ എ സ്മാൾ ലെറ്റർ ബി ആണ് നമ്മുടെ വെലോസിറ്റി വെക്ടർ. അതിൻ്റെ വാല്യൂ നമുക്ക് ഉണ്ടല്ലോ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. എത്രയാണ്, 0.5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ 0.5 മീറ്റർ പെർ സെക്കൻഡ് എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യണ്ടേ, അതിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഉണ്ടല്ലോ. കാര്യം ഓൾറെഡി ഫസ്റ്റിൻ്റെ ഡയറക്ഷനും ഫൈനിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതുകൊണ്ടാണ് അത് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻ ഇങ്ങനെ പോകുന്നത് നമുക്ക് ഈ ഒരു സ്പേസ് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഡയറക്ഷൻ ഇതാണ്, വി ഓൾറെഡി നോ ദ ഡയറക്ഷൻ ഓഫ് വി ബി എ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 0.5 മീറ്റർ പെർ സെക്കൻഡ്. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് വരയ്ക്കാമല്ലോ. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ, വി ബി എ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ ആദ്യം എ ബി എന്ന് പറയുന്ന ക്രാങ്ക് എടുത്ത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു, വെലോസിറ്റി മാർക്ക് ചെയ്തു. വെലോസിറ്റി ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്തു. കാര്യം എപ്പോഴും ലിങ്കിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിൻ്റെ പേരെന്തൊന്നും കൊടുത്ത്, പോയിന്റ് ബി ആയതുകൊണ്ട് ഫസ്റ്റ് ബി എന്ന് കൊടുത്ത്, എ ബി ലിങ്കിൽ അടുത്ത പോയിന്റ് എ ആണ്, അപ്പോൾ വി ബി എ എന്ന് കൊടുത്തു. അപ്പോൾ വി ബി എ ആണ് വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു, അതിൻ്റെ വെക്ടർ എന്തായിരിക്കും, പിന്നെ വേറെ ഒന്നും അങ്ങോട്ട് നോക്കണ്ട, ബി എ ആണെങ്കിൽ എ ബി ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്നുണ്ട്, 0.5 മീറ്റർ പെർ സെക്കൻഡ് ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ എ ബി എന്ന് പറയുന്നത് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും നോക്കുക. ഇവിടെ എയോ ബിയോ ഉണ്ടോ നോക്കുക. ഇവിടെ ഓൾറെഡി എന്തുണ്ട്, എ ഉണ്ട്. അപ്പോൾ എ കൂടെ കടന്നു പോകണം. എ കൂടെ എങ്ങനെ കടന്നു പോകണം, നമ്മുടെ ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ എ കൂടെ കടന്നു പോകുമ്പോൾ ഇതിന് എന്തായിരിക്കും, ഡയറക്ഷൻ ആയിരിക്കും. ഇത് താഴോട്ടാണ്, അപ്പോൾ എ കൂടെ താഴോട്ട് നമുക്ക് ഡയറക്ഷൻ വരയ്ക്കാം. ഇനി എത്ര മാഗ്നിറ്റ്യൂഡ് വരയ്ക്കണം, 0.5 മീറ്റർ പെർ സെക്കൻഡാണ് എടുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്കെയിൽ ചെയ്യണം. ഇത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന വെലോസിറ്റി ഡയഗ്രമാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതും, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഡയഗ്രം എന്ന് ഞാൻ എഴുതും. അപ്പോൾ വെലോസിറ്റി ഡയഗ്രം എന്ന് എഴുതിയിട്ട് ഞാൻ ഇതിന് സ്കെയിൽ കൊടുക്കും. സ്കെയിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ എഴുതുന്നത് ഇതിന് വേറെ സ്കെയിലാണ്. കാര്യം ഇത് മീറ്റർ പെർ സെക്കൻഡ്, നമ്മൾ നേരത്തെ സ്പേസ് ഡയഗ്രത്തിന് ഒരു സ്കെയിൽ എടുത്തു, അതല്ല ഇവിടെ മീറ്റർ പെർ സെക്കൻഡിനാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈക്വൾ ടു ഞാൻ പറയുന്നു 0.1 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുക്കുകയാണ്. അതായത് 1 സെൻറ്റിമീറ്റർ ഈക്വൾ ടു എക്സ് മീറ്റർ പെർ സെക്കൻഡ് ഫോം. അപ്പോൾ ഇതിന്ന് 0.5 എത്ര സെൻറ്റിമീറ്റർ എടുക്കണമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ലോജിക്കലി പറഞ്ഞാൽ തന്നെ 0.5 വരാം. 0.1 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ് 1 സെൻറ്റിമീറ്റർ എങ്കിൽ 0.5 മീറ്റർ പെർ സെക്കൻഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ എത്ര എടുക്കണം, 5 സെൻറ്റിമീറ്റർ എടുക്കണം. നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നേരത്തെ പോലെ തന്നെ 0.5 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 0.5 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ദാറ്റ് മീൻസ് 5 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 0.1 മീറ്റർ പെർ സെക്കൻഡിന് 1 സെൻറ്റിമീറ്റർ ആയിട്ട് സ്കെയിൽ ചെയ്താൽ 0.5 മീറ്റർ പെർ സെക്കൻഡ് വരെ ഞാൻ 5 സെൻറ്റിമീറ്റർ എടുക്കേണ്ടി വരും. ഓക്കെ എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡിന് നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തുകൊണ്ട് നേരത്തെ പോലെ ഡിവൈഡഡ് ബൈ എക്സ് ചെയ്താൽ മതി. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ സെൻറ്റിമീറ്ററിനെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യണം, 0.1 ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 സെൻറ്റിമീറ്ററാണ് ഈ എ ബിക്ക് വരെ എടുക്കണമെന്ന് എനിക്ക് സ്കെയിൽ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇനി ഏത് ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ എടുക്കണം. അത് പാരലൊക്കെ വെച്ചാണ് വരയ്ക്കാനുള്ളത്, പാരലൊക്കെ എടുത്താണ് ചെയ്യാനുള്ളത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇതിന് കൊണ്ടുവെക്കും, എന്നിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് പാരൽ വരയ്ക്കും. ഇത് വളരെ ചെറുതായിപ്പോയി, ഇതെടുക്കാം. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കൂടെ നിങ്ങളിവിടെ എന്ത് ചെയ്യും, പാരൽ എടുക്കാനുള്ള സാധനത്തിലാണ് ആദ്യം കൊണ്ട് വെക്കേണ്ടത്. വി ബി ആണ് ഡയറക്ഷൻ. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഫേസിൽ കൊണ്ടുവന്ന് ഇത് ചെയ്യുക, ഫിക്സ് ചെയ്യുക.
എന്നിട്ട് സെറ്റ് സ്ക്വയർ. ഇതാണ് നിങ്ങളുടെ റോളർ സ്കെയിൽ. ഇപ്പോൾ റോളർ സ്കെയിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുപോയി നമുക്ക് ഇവിടെ കൊണ്ടുവച്ചങ്ങ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്തു, പാരലൽ എടുത്തു. ഇനി ഇത് പാരലൽ കണ്ട് ഞാൻ എടുത്തത് കണ്ട് പേടിച്ചു പോരുത്, ഒന്നുമില്ല. ഈ സാധനം പാരലായിട്ടങ്ങ് വരച്ചു. ഇത് ഇവിടെ ഇരിക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് പാരലായിട്ട് വരും. ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തവർ, സെറ്റ് സ്ക്വയർ ഇല്ലാത്തവർ ഇത് ഇങ്ങനെ അങ്ങ് ഇങ്ങ് വരച്ചാൽ മതി. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വരച്ചാൽ. ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ എത്ര വരും, 4, 5 ഒരു തെളിയോ ഒന്നുകൂടി പുറത്തോട്ട് മാറ്റി അടിക്കേണ്ടി വരുമുണ്ടോ നോക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ A to B അല്ലേ ആയിരുന്ന, ഇവിടെ എയിൽ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ എയിൽ നിന്ന് തുടങ്ങിയത് എവിടം വരെ, ബി വരെ. താഴോട്ടാണ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരച്ചത്. ഞാൻ ഈ വരച്ചിരിക്കുന്നത് എന്ത് വെലോസിറ്റിയാണ്, VBA ആണ്. VBA ആയതുകൊണ്ടാണ് ഡയറക്ഷൻ A to B വന്നത്. ഓക്കെ, അവിടെ തീർന്നു. ഇനി അടുത്ത എന്താ, തീരുമുണ്ടോ അറിയാമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തോട്ട് മാറ്റി വരയ്ക്കാമേ, ആലോചിച്ച് നോക്കട്ടെ. ഇനി അടുത്ത എന്താ, BC. ഇതേപോലെ സാധനമാണ്. അടുത്ത ലിങ്ക് എടുക്കുക, BC എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിയിൽ വെച്ചൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം, പക്ഷേ സിയിൽ വെക്കും പെർപെൻഡിക്കുലർ. കാരണം ഇത് വേറെ ഒന്നും ആലോചിക്കരുത്. ഇനി BC മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫ്രണ്ടിൽ. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ ബിയിൽ വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ സിയിൽ വെച്ച് വരയ്ക്കാം. ഞാനിപ്പം സിയിൽ വെച്ച് വരയ്ക്കുന്നു, നമ്മുടെ പെർപെൻഡിക്കുലർ. പക്ഷേ ഇതിന് ഡയറക്ഷൻ ഒന്നുമില്ല. കാര്യം എനിക്കിത് നേരത്തെ ഇവിടെ ആണെങ്കിൽ താഴോട്ട് ഡയറക്ഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കാണിച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് താഴോട്ട് തന്നെ വെലോസിറ്റി മാർക്ക് ചെയ്തത്. ഇവിടെ വെലോസിറ്റി ഒന്നുമില്ല, വെലോസിറ്റി ജസ്റ്റ് പെർപെൻഡിക്കുലർ ആണെന്ന് മാത്രമേ എനിക്കറിയാവൂ. ഞാൻ സിയിൽ വെച്ച് വരച്ചുകൊണ്ട് അവിടുത്തെ പോയിന്റ് വെലോസിറ്റി എന്ന് കൊടുക്കും, വെലോസിറ്റി അറ്റ് പോയിന്റ് C. വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എന്ത് കൊടുക്കണം, B എന്ന് കൊടുക്കണം. അപ്പോൾ VCB ആണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഇവിടെയാണ് വരയ്ക്കുന്നതെങ്കിൽ അത് മുകളിലോട്ട് വരച്ചിട്ട് മുകളിലോട്ടോ താഴോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വരയ്ക്കാം. പക്ഷേ ഇത് എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ എന്താണ്, VCB. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് VCB ആണ്. അപ്പോൾ വെക്ടർ എന്തായിരിക്കും, CB ആണെങ്കിൽ വെലോസിറ്റി വെക്ടർ വിൽ ബി BC. പക്ഷേ ഇതിൻ്റെ വാല്യൂ അറിയാമോ, അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഇതിൻ്റെ എന്തറിയാം, ലൈൻ ഓഫ് ആക്ഷൻ അറിയാമല്ലോ. ഇതാണ് എൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. VCBയുടെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്, അഥവാ ഇതിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഈ ഒരു ലൈനിൽ കിടക്കും. ഡയറക്ഷൻ മുകളിലോട്ടാണ് താഴോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ലൈനിൽ കിടക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, BC ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പോൾ മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, ഒന്നുകിൽ B വേണം, അല്ലെങ്കിൽ C വേണം. ഇവിടെ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം, BO CO ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ ഇവിടെ A, ഇവിടെ D. ഈ BC അല്ല, വെക്റ്റർ BC ഉണ്ടോ, ചെറിയ B ഉണ്ടോ, അതാടക്കണം B. അപ്പം ഞാൻ ഈ B കൂടെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ ഒരു ലൈൻ വരച്ചൂടെ. ഇതാണ് ഡയറക്ഷൻ, അത് എന്ത് കൂടെ പോകണം, B കൂടെ പോകണം. അപ്പോൾ ബിയിൽ കൂടി ഈ ഒരു ലൈന് എന്ത് വരയ്ക്കാം, പാരലൽ വരയ്ക്കാം. അപ്പോൾ ഈ ഒരു ലൈന് B കൂടി പാരലൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെനിക്ക് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ചുമ്മാ ഒരു ലൈൻ പാരലായിട്ട് വരച്ചും കിട്ടും. കാര്യം B മാത്രമല്ല ഈ ലൈനിൽ കിടക്കുന്നത്, ഇതിൽ എന്തും കിടക്കും, Cയും കിടക്കും. അപ്പോൾ ഞാൻ ഈ ലൈനിൽ C കിടക്കുമെന്ന് അറിയാൻ വേണ്ടി ഇത് ബ്രാക്കറ്റിൽ, ഈ ലൈനിൻ്റെ ബ്രാക്കറ്റിൽ Cയും കൂടെ ഇട്ട് വെച്ചു. പരിപാടി തീർന്നു. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എനിക്ക് ഡയറക്ഷൻ അറിഞ്ഞുകൂടാ, മാഗ്നിറ്റ്യൂഡ് അറിഞ്ഞുകൂടാ, മുകളിലോട്ടാണോ താഴോട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ജസ്റ്റ് ഓൺലി ലൈൻ ഓഫ് ആക്ഷൻ മാത്രമേ അറിയാവൂ. ഇനി ഞാനപ്പോൾ അടുത്ത ഇത് നിർത്തിയിട്ട് അടുത്ത ലിങ്ക് ഏതാണ്, CD വന്നു. CD വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ ആദ്യം ചെയ്ത ലിങ്കിൽ എന്ത് ചെയ്തോ അത് തന്നെയാണ് എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്യേണ്ടത്. അത്രയും കാര്യങ്ങൾ ചെയ്യാമില്ല, കാര്യം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഇല്ലാത്തതുകൊണ്ട്. ഇനി CD വരാം. CD വരുമ്പോൾ D ഫിക്സഡാണ്. ഡിയിൽ വെച്ച് പെർപെൻഡിക്കുലർ വരച്ചാലും ആൻസറായി കിട്ടും. എന്നാലും വേണ്ട, നമുക്ക് സിയിൽ വെച്ച് തന്നെ പെർപെൻഡിക്കുലർ വരയ്ക്കാം. വരയ്ക്കുന്ന മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ടെങ്കിലും പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ സിയിൽ വെച്ചാണ് ഞാൻ പെർപെൻഡിക്കുലർ വരച്ചത്. എന്തിനാണ് പെർപെൻഡിക്കുലർ വരച്ചത്, CDക്ക്. ഞാൻ ഇപ്പോൾ CD എടുത്തുകൊണ്ടാണ് CDക്ക് പെർപെൻഡിക്കുലർ വരച്ചത്. അപ്പോൾ അവിടെ പോയിന്റ് വെലോസിറ്റി എങ്ങനെ കൊടുക്കും, VC എന്ന് കൊടുക്കും. പക്ഷേ ഏതിന് CD എടുക്കുമ്പോഴത്തേക്ക് ഏതായിരിക്കും വിത്ത് റെസ്പെക്ട് എന്ന് പറയുന്ന പോയിന്റ് D ആണ്. അപ്പോൾ VCD ആണ് പേര്. അപ്പോൾ VCD ആണ്. അങ്ങനെയാണെങ്കിൽ വെക്ടറിൻ്റെ പേരെന്തായിരിക്കും, തിരിച്ചിടുക, DC. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാവോ, അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം, D കൂടെയും പോവും, C കൂടെയും പോവും. ഇതിൽ DO CO ഉണ്ടോ നോക്കിയാൽ C ഇവിടെ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്രാക്കറ്റിൽ കിടക്കുന്നത് D കിടക്കണം. ആണ്. അപ്പോൾ D കൂടെ ഈ ലൈൻ വരച്ചുകൂടെ, ഈ ലൈൻ D കൂടി ഞാൻ എന്ത് ചെയ്തു, ഇത് വരച്ചു, ടോട്ടൽ വരച്ചു. ഇനിയാണ് നമ്മുടെ മാജിക്, നമ്മുടെ ആൻസറായി. D കൂടെ മാജിക്കായി, ആൻസറായി. നോക്കിയേ, D ഉണ്ടെങ്കിൽ ആ ലൈനിൽ D കൂടെ വരച്ച ലൈനിൽ എന്തും കിടക്കും, Cയും കിടക്കത്തില്ലേ. അപ്പോൾ ഈ ലൈനിൽ ഞാൻ C ബ്രാക്കറ്റ് ഇട്ടു. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തെങ്കിലും മണക്കുന്നുണ്ടോ നോക്കി. ഈ ലൈനിലും C ഉണ്ട്, ഈ ലൈനിലും എന്തുണ്ട്, C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ മുട്ടുന്ന ഈ പോയിന്റ് ആയിരിക്കില്ലേ C. അല്ലേടെ ഇതാണ് പരിപാടി. അപ്പോൾ ഈ B മുതൽ C വരെയുള്ള സാധനം നമുക്ക് യോജിപ്പിച്ചൂടെ, BC കിട്ടൂലേ. നമുക്ക് എന്താണ്, D മുതൽ C വരെയുള്ള സാധനം യോജിപ്പിച്ചൂടെ, D മുതൽ C വരെ ഉള്ളതാണ്ട്. മനസ്സിലായില്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന് പേര് കൊടുത്തേ, ഇത് CB ആണ്. നമുക്ക് പേര് കൊടുത്ത VCB എന്നാണ് അല്ലേ, VCB. പിന്നെ ഇവിടെ CDക്ക് വരുമ്പോൾ VCD എന്നാണ് പേര് കൊടുത്തത്. ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ആലോചിച്ചോളണം, VCB ആണെങ്കിൽ ഡയറക്ഷൻ B to C ആണ്. അതായത് CB ആണെങ്കിൽ CB ആണ് കൊടുത്തതെങ്കിൽ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് B to C ആണ്. പേര് കൊടുക്കുന്നതനുസരിച്ച് മാത്രം ഡയറക്ഷൻ കൊടുക്കുക. CD ആണെങ്കിൽ ഡയറക്ഷൻ D to C ആണ്. CD ആണെങ്കിൽ ഇതാണ് CD, ബട്ട് ഡയറക്ഷൻ തിരിച്ച് ഓപ്പോസിറ്റ് വരും, D to C വരും. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണ്ടേ,
മാൻഫോർഡ് ആണെന്ന് എടുക്കാം. ഞാൻ നോക്കി, ഇത് 4 കിട്ടി. ഇത് ചുമ്മാ എഴുതുന്നതാണ്. 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ എല്ലാം ഡിവൈഡ് ചെയ്താണ് നോക്കുന്നത്. അപ്പം മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 0.1. അപ്പോൾ VCD എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 4 സെൻറ്റിമീറ്റർ × 0.1 എന്ന് കിട്ടും. ഈ 3 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് 0.4 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഞാൻ BC അളന്ന് നോക്കി. ഇതൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ ആൻസർ, നിങ്ങൾ കിട്ടുന്നത് എഴുതിയാൽ മതി. 1.8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1.8 × 0.1 അത്രയും എന്തെന്ന് കിട്ടും? മീറ്റർ പെർ സെക്കൻഡാണ് BC എന്ന് കിട്ടും. ആൻസറായില്ലേ? ഇനി നമ്മൾക്ക് ചോദിച്ചിരിക്കുന്ന സാധനം എന്തുവാ? ഇതാണ് നമ്മുടെ വെലോസിറ്റി ഡയഗ്രം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന സാധനം എന്തുവാ? ഒമേഗയാണ്. ആക്ച്വലി ωCD ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 2 വെലോസിറ്റീസ് ഉണ്ട്. ഈ 2 വെലോസിറ്റി നമുക്ക് RΩ എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. VCB എന്ന് പറഞ്ഞാൽ നമുക്ക് RΩ എന്ന് എഴുതിക്കൂടെ? പക്ഷേ അവിടുത്തെ R എന്ന് പറഞ്ഞാൽ എന്താവും? റേഡിയസ് എന്ന് പറഞ്ഞാൽ VCB എടുക്കുമ്പോൾ അവിടുത്തെ റേഡിയസ് CB ആവും, ωCB ആവും. അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ VCB എനിക്കിപ്പോൾ എത്രയുണ്ട്? 1.8 × 0.1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സാധനമാണ്. CB യുടെ വാല്യൂ നമുക്ക് എത്രയെന്ന് അറിയാം? 150 മില്ലിമീറ്റർ എന്നറിയാം. ദാറ്റ് ഈസ് 150 മില്ലിമീറ്ററിന് മീറ്റർ ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് എന്ത് ചെയ്തു? ωCB എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അറിഞ്ഞൂടല്ലോ. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ωCB. ഇതിന് എന്ത് ചെയ്താൽ മതി? താഴെ കൊണ്ടുവന്നാൽ മതി. ദാറ്റ് മീൻസ് 1.8 × 0.1 ഡിവൈഡഡ് ബൈ 150 × 10⁻³ we will get the answer in radian per second. We can find the angular velocity of CD in the same manner. അതായത് നമുക്ക് ഇവിടെ നിന്ന് VCD കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? RΩ, അതായത് CD × ωCD. ഇവിടെ നമുക്ക് വേണ്ടത് ωCD ആണ്. We can find ωCD by dividing VCD with CD, where VCD is equal to 0.14 divided by CD. What is the length of CD? It is 80 millimeter. We have to convert it into meter. Then it will become 80 × 10⁻³ and by dividing these two we will get ωCD in radian per second. This is the answer. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പോകുന്നത് ഇതാ ഒരു സ്ലൈഡർ മെക്കാനിസത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യും. ഇത് രണ്ടും ആകുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളുമായി. ഇത് പിന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഭയങ്കര എളുപ്പം, ഭയങ്കര സീനൊന്നുമില്ല. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പാടെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടാണ്. അതുകൊണ്ട് ഇത് എന്ത് പറഞ്ഞാലും ആദ്യമേ ഇത് മര്യാദയ്ക്കിരുന്ന് സമയം എടുത്തിരുന്ന് ചെയ്ത് പഠിച്ച് നിങ്ങൾ ഇനി ഡൗട്ടുള്ളത് ചോദിച്ച് ക്ലിയർ ചെയ്യിക്കണം. നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് നോക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഒരു കാരണവശാലും ദയവ് ചെയ്ത് സ്വന്തമായിട്ട് ആരെങ്കിലും കോപ്പി അടിച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് അയക്കരുത്. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓഫ്ലൈൻ എക്സാം ആയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പണി മേടിക്കരുത്. നല്ലപോലെ പാസ്സാവാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നല്ല മാർക്ക് മേടിച്ച് പാസ്സാവാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. നിങ്ങളുടെ ചേട്ടന്മാർക്ക് ചോദിച്ചാൽ മതി. എല്ലാവരും നല്ല മാർക്കിൽ പാസ്സാവുന്നൊരു സബ്ജക്റ്റാണ്. എളുപ്പമുള്ള സബ്ജക്റ്റാണ്. പക്ഷേ സപ്ലൈ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം പിന്നീട് പഠിച്ചെടുക്കുക ഭയങ്കര അതിന് വേണ്ടി പിന്നെ ഒരുപാട് സമയം കളയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇനി അത് പ്രത്യേകം ടൈപ്പ് ചെയ്യുന്നു വേണ്ട. ഈ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതിയെടുക്കുക, പൗസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് ബാക്കി ഇത്രയും പരിപാടികൾ ഇത് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.